I want to continue from this passage that we are studying, 1 Peter chapter 3. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 1 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൽ തന്നെ തുടർമാനമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. But because we are also preparing our hearts for the communion that we are going to partake, I want to see how Christ brings our life into this glorious promise. അതോടൊപ്പം തന്നെ നാം കർത്താവിനും യേശുവുള്ള ബന്ധത്തിലുമായിരിക്കുമ്പോൾ ഈ ഒരു മഹത്വകരമായ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ക്രിസ്തു നമ്മളെ അതിലേക്ക് കൊണ്ടുവരുന്നതെന്നൂടെ ചേർത്ത് നമുക്ക് ചിന്തിക്കാം. So as we all know, 1 Peter chapter 3, for quite some weeks we have been meditating on this passage. നമ്മൾ അറിയാവുന്നതുപോലെ 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം ചില ആഴ്ചകളായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. So this is more about family life. ഇതിൽ കൂടുതലായിട്ടും കുടുംബജീവിതത്തെ കുറിച്ചാണ് And that പറഞ്ഞിരിക്കുന്നത്. is where God is preparing us how wives should conduct and how husbands should conduct. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഒരു ഭാര്യ തന്റെ നടപ്പിനെ ക്രമീകരിക്കേണ്ടത്, ഭർത്താവ് തന്റെ നടപ്പിനെ ക്രമീകരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയും But പറയുന്നു. it's all very important for us because it is as a responsibility for each one of us. ഇതൊക്കെ നമുക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്, കാരണം ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങളാണ്. So tonight I want to bring what Christ brings into our life. ഈ രാത്രികാലം പിന്നെയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന എന്താണോ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്, And what is the great promise that is kept for us. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വലിയ വാഗ്ദത്തം എന്താണ്? And that is the reason why God has brought families and God has instituted families. അതുകൊണ്ടാണ് ദൈവം കുടുംബങ്ങളെ കൊണ്ടുവരുവാനും കുടുംബജീവിതങ്ങളെ സ്ഥാപിക്കുവാനും So ഇടയായത്. there are two important things that we have to know. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം അറിയണം. And while on this earth we have to fulfill those things that God has promised us. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ഈ രണ്ട് വലിയ കാര്യങ്ങൾ ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ നാം നിറവേറ്റുവാൻ ഇടയാകണം. All the blessings of God and all the grace that God has prepared in our life, ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ എല്ലാ കൃപകളും they are all there for us and it is given to us. അതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്, നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. At the same time, it is reminding us that it is a progressive life where we have to take all these promises and which is given for us, and we have to really inherit those promises. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത് അതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ജീവിതമാണ്. ഈ അവകാശങ്ങളും ഈ വാഗ്ദത്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവകാശമാക്കുവാനും അത് പ്രാപിച്ചെടുക്കുവാനും ഇടയാകണം. So Christ has done everything for us to be inheritors. ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ സകല കാര്യങ്ങൾ ചെയ്തിരുന്നു, നാം അവന്റെ അവകാശികളാകുവാൻ വേണ്ടി. But at the same time, when we receive Christ in our life, അതോടൊപ്പം തന്നെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ there is always a progressive way of how we can take all these promises that we have inherited and experience in our life. അതോടൊപ്പം തന്നെ ആ ജീവിതത്തിന്റെ വളർച്ചയിലേക്ക് എത്തുമ്പോൾ ക്രിസ്തുവിന്റെ എല്ലാ അവകാശങ്ങളും നമ്മുടെ ജീവിതത്തിൽ അവകാശമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാമെന്ന്. So let us meditate on the word of God. വളരെ പ്രാർത്ഥനയോടെ നാം ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കാം. And I would request all of us to prepare our hearts and submit to the word of God. ഞാൻ എല്ലാവരും നിങ്ങളോട് അപേക്ഷിക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനും ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ നിങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തുവാനും. So let us read verse 7. അതിന്റെ 7-ാം വാക്യം വായിക്കാം. Dwell with them with understanding, giving honor to the wife, weaker vessel, and as being heirs together the grace of life, that your prayers may not be hindered. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ അവരുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവാസികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുകയും. So last week we did not finish the topic that we started with the wives. കഴിഞ്ഞ ആഴ്ചകൾ ഭാര്യമാരുള്ള ബന്ധത്തിൽ നാം തുടങ്ങിയ ആ ടോപ്പിക്കിനെ നമ്മൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല. So definitely we'll come back on those topics when we come again. നമ്മൾ പിന്നെയും അതിലേക്ക് കടന്നു വരുന്നതായിരിക്കും. So not today, because today we are going to again see that something what Christ has done for us and how we can experience that. ഇന്ന് അതിനുള്ള സമയമല്ല. പിന്നെയും ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എന്താണോ ചെയ്തത് അത് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണമെന്നാണ് ഈ രാത്രികാലം But ചിന്തിക്കുന്നത്. remaining on the same topic of how to build our family life നമ്മുടെ കുടുംബജീവിതങ്ങളെ എങ്ങനെ പണിയണമെന്നുള്ള ആ ഒരു ടോപ്പിക്കിനോടുള്ള and how it is very important for Christ, because Christ says that just like Christ loved the church, husbands love your wives. അതേപോലെ തന്നെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തന്നെ ഭർത്താക്കന്മാരും തന്നെ ഭാര്യമാരെ സ്നേഹിക്കണമെന്നുള്ള ഒരു കാര്യം. So there is a very clear link between our family life and how Christ builds the church. ആ ക്രിസ്തു നമ്മുടെ കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിലും ക്രിസ്തു ദൈവസഭയെ പണിയുന്നുള്ള ബന്ധത്തിലും അത് ഒരു വ്യക്തമായ ഒരു കണക്ഷൻ ഉണ്ട്. So there needs to be a unity in the family, ആ കുടുംബജീവിതത്തിൽ ഒരു ഐക്യത ഉണ്ടായിരിക്കണം. and there should be a unity in the body of Christ. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ശരീരമായ സഭയിലും ഒരു ഐക്യത So ഉണ്ടായിരിക്കണം. there is a very clear requirement
requirement that we need to follow. നമുക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു ആവശ്യകത നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു ആവശ്യകത And ഇതിലുണ്ട്. the reason is not because something that we need to just do for the namesake. There is a plan and purpose of God behind that. ഒരു പേരിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയല്ല, ദൈവത്തിന് അതിന് പുറകിൽ വ്യക്തമായ പദ്ധതികളുണ്ട്. So now tonight we are talking about verse 7. ഈ രാത്രികാലം നമ്മൾ ഇതിന്റെ 7-ാം വാക്യമാണ് ചിന്തിക്കുവാൻ What I would like to bring to our notice, ഈ രാത്രികാലം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, it's about the part of that we are all together. That means in the context of an husband and wife, both the husband and the wife are heirs together of the grace of life. അവിടെ ഒരു ഭർത്താവ് ഒരു ഭാര്യയോടുള്ള ബന്ധത്തിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. So let us see and understand what this word of God means. ഈ ദൈവത്തിന്റെ വചനം എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. As being heirs together of the grace of life. ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ. Every person, നമ്മൾ എല്ലാവരും everybody who have received the salvation of Jesus Christ, യേശു കർത്താവിന്റെ രക്ഷ സ്വീകരിച്ചവരെല്ലാവരും they become heirs of the grace of life. അവർ ഓരോരുത്തരും കൃപയ്ക്ക് കൂട്ടവകാശികളായിരിക്കും. But now before we actually go into what it means, അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നാം പോകുന്നതിന് മുമ്പേ we have to understand that what Christ has done to give us that grace. അതിനു മുൻപേ ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ആ കൃപ നമുക്ക് വേണ്ടി തരുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? So what do you mean by grace of life? ആ ജീവന്റെ കൃപ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് It's അർത്ഥമാക്കുന്നത്? not only the free gift of salvation that Jesus has given us, നമ്മുടെ ജീവിത ദാനമായി ലഭിച്ചിരിക്കുന്ന യേശു കർത്താവിന്റെ രക്ഷ മാത്രമല്ല, it is all the blessings, all the heavenly blessings and all the eternal life that God has promised for us. We become heirs of this grace of life. ആ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നാം ജീവന്റെ കൃപകൾക്ക് കൂട്ടവകാശികളാകുന്നു. When we start with 1 Peter chapter 1, it says that we have all been begotten to a living hope. That is, there is a living hope for which we have been called for. ആ 1 പത്രോസ് 1-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ എല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത് ഒരു ജീവനുള്ള പ്രത്യാശയ്ക്ക് So വേണ്ടിയാണ്. let us remind ourselves of that same passage that we started with 1 Peter, അതിന്റെ 1 പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ ഞാൻ ചിന്തിച്ചത് തന്നെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ so ഓർമ്മിപ്പിക്കാം. that we know that the context is that we have been all begotten to this new life. അത് നമ്മൾ എല്ലാവരും പിന്നെ ഓർമ്മിപ്പിക്കേണ്ടത് നമ്മൾ എല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിന് And then വേണ്ടി. it brings to us to how to lead a life and a holy life and what it means in our life. ഇതിന് ശേഷം അത് നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇടയാകുന്നത്, അതിന്റെ അർത്ഥം എന്താണ്, And reminding us that we are all called specifically as special people in this earth. പിന്നെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്തിൽ നാം എല്ലാവരും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിശേഷപ്പെട്ട ജാതിയാണ്. Because we have to fulfill the promise and purpose of God and glorify His name. കാരണം നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ ആ ഉദ്ദേശങ്ങളും ദൈവത്തിന്റെ പദ്ധതികളും നിവർത്തിച്ചെടുക്കണം. അതിന് മുഖാന്തരം ദൈവനാമം So മഹത്വപ്പെടണം. in this world of hopelessness, there is a hope for every Christian believer. ഈ പ്രത്യാശയില്ലാത്ത ഈ ലോക ജീവിതത്തിൽ ദൈവമക്കൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട്. But that life of hope is not only for us, but also to give a hope to others. ആ പ്രത്യാശ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഈ പ്രത്യാശ നൽകപ്പെടുവാൻ വേണ്ടിയാണ്. Because this world does not offer any hope. കാരണം ഈ ലോകം ഈ ഒരു പ്രത്യാശയും അത് തരുന്നില്ല. You may see all the technology advancements, but does not give any hope. നമുക്കറിയാം, നമുക്ക് ചുറ്റും ടെക്നോളജി ഒക്കെ ഇത്രമാത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു പ്രത്യാശയും അതിന് നടുവിലില്ല. Every technology advancement brings only anxiety. ആ എല്ലാ ടെക്നോളജി ആയിട്ടുള്ള എല്ലാ പുരോഗമനങ്ങളും അതൊക്കെയും വ്യാകുലമാണ് കൊണ്ടുവരുന്നത്. Children and grown-ups have been hearing and reading about artificial intelligence. ആ കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. It is one of a very good thing that we can see that is being explored and being grown, is blooming, or it is exploding everywhere. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും അത് വളർന്നു വരുന്നത് അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെയാണ്. It is good to hear, good to know. അതൊക്കെയും അറിയുന്നതും അതിനെക്കുറിച്ച് കേൾക്കുന്നതും നല്ലതാണ്. But what it brings to everybody's mind is the anxiety. What will happen tomorrow? പക്ഷെ അത് എല്ലാവരുടെ ചിന്തയിലേക്കും കൊണ്ടുവരുന്നത് നാളെ എന്ത് സംഭവിക്കുമെന്നൊരു വ്യാകുലമായ ആകുലതയാണ് It brings കൊണ്ടുവരുന്നത്. the question about what is the work of a human being then in this world. അതിനുശേഷം ഇത് കടന്നു വരികയാണെങ്കിൽ ഒരു മനുഷ്യൻ എന്ത് ജോലിയാണ് ഈ ലോകത്തിൽ If സവിശേഷിക്കുന്നത്? robots are going to do what we are doing, then what is the need of each one of us? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും റോബോട്ട്സ് ആണ് നാളെ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മുടെ ആവശ്യം പിന്നെ എന്താണ്? In the past, when robotics was there, we used to say that robots cannot think and does not have any emotions like human beings. ആ മുൻപുള്ള കാര്യങ്ങൾ റോബോട്ടുകൾ ഒക്കെയും ഉള്ളപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ അവർ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അവരെ കൊണ്ട് കഴിയത്തില്ല. But now we have very simple applications which can think and
have emotions and give you the answers based on your emotions. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നമ്മൾ അതിലേക്ക് പകർത്തുവാനും ആപ്ലിക്കേഷൻ മുഖാന്തരം അതിനൊക്കെ കൊണ്ടുവരുവാനും ഇടയായി തീരും. You start exploring, if you've not explored ChatGPT, start using it and you will see how you can talk to that machine and gives you answers what you want. നിങ്ങൾ ചാറ്റ് ജിപിടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അതിനുള്ള മറുപടി എങ്ങനെ വ്യക്തമായിട്ട് അത് മറുപടി തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ If you സാധിക്കും. are asking for something, you express your emotions and say that I would like to have something different and my view is that it's so okay, it will give an answer based on that. നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ച് ഈ ഒരു വിധത്തിലാണ് ഞാൻ ഈ കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മറുപടി നമ്മുടെ വികാരങ്ങൾ അനുസരിച്ചുള്ള മറുപടി അത് നൽകി തരും. Okay, no need of even asking. Even if you have browsed for half an hour and based on whatever you have searched and you have tried to browse, it knows what you're looking for and give you an answer according to that. അതും വേണ്ടിയതല്ല, നമ്മൾ ആ ഇന്റർനെറ്റിൽ എന്തെങ്കിലും ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രൗസ് ചെയ്ത കാര്യങ്ങൾക്ക് അനുസരിച്ച് അതിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും നമ്മുടെ മുൻപിലേക്ക് So it കൊണ്ടുവരും. knows what you're looking for. അതിനറിയാം നാം എന്തിനെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. This is not started today, it started much earlier. അത് ഇന്ന് തുടങ്ങിയ കാര്യങ്ങളല്ല, അത് വളരെ മുൻപേ തുടങ്ങിയ കാര്യങ്ങളാണ്. But what it brings is the question of anxiety. പക്ഷെ അത് എന്താണ് കൊണ്ടുവരുന്നത്? ഒരു ആകുലതയാണ് It കൊണ്ടുവരുന്നത്. brings hopelessness. അത് ഒരു പ്രത്യാശയില്ലാത്ത കാര്യങ്ങളാണ് Because കൊണ്ടുവരുന്നത്. now what we can see is that except sleeping and eating, rest everything the robotics can do. ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതിന് അപ്പുറം ബാക്കി എല്ലാ കാര്യങ്ങളും റോബോട്ടുകൾ ചെയ്യുവാൻ കഴിയും. Rest everything the robots can do. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റോബോട്ട്സ് ചെയ്യുവാൻ So കഴിയും. in short, other than sleep and eat, humans are better than robots. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിലും ഉറങ്ങുന്നതിലും അപ്പുറം നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരാണ് ഈ റോബോട്ടുകൾ. When I was saying this, somebody told that now even something is there, you can live without food. You just take some medicine kind of thing, it will just fulfill your hunger. You need not eat also. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം ഓർപ്പിക്കുകയാണ്. ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിലും അതിനെന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഉറക്കമില്ലാതെ Okay. ഭക്ഷണം കഴിക്കാതെ മുൻപോട്ട് ജീവിക്കാൻ കഴിയും. My topic is not this. What I'm trying to say is that this world, whatever advancements you can see, it brings a question, anxiety. You do not know. There is hopelessness for tomorrow. ഈ ലോകത്തിൽ എന്തെല്ലാം പുരോഗതികൾ, എന്തെല്ലാം ടെക്നോളജികളായിട്ടുള്ള പുരോഗതികൾ വന്നാലും അതിൻ്റെയൊക്കെയും അവസാനം വരുന്നത് ആകുലതമായ കാര്യങ്ങൾ, പ്രത്യാശയില്ലാത്ത കാര്യങ്ങളാണ്. But we have been called, we have been begotten, we have been saved, we have been born again for a living hope. പക്ഷെ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്, നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത്, നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നത് ഒരു ജീവനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. And this living hope is not only for us. ഈ ജീവനുള്ള പ്രത്യാശ നമുക്ക് വേണ്ടി മാത്രമല്ല. Here in Peter we see that we have to proclaim his praises. ഇവിടെ പത്രോസിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ. We are his special people. നമ്മൾ ഓരോരുത്തരും അവനാൽ വിശേഷപ്പെട്ട We are ജാതിയാണ്. called as a special generation. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജാതികളാണ്. We are his own special people. നമ്മൾ ഓരോരുത്തരും അവന്റെ സ്വന്തം ജനമാണ്. So this is what we have been all called for. നമ്മൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. So that is why there is a meaning and purpose in our life. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിനും ഒരു അർത്ഥമുണ്ട്, ഒരു ദേശമുണ്ട്. And then it says, അതിനുശേഷം പറയുന്നത്, blessed be the God and Father of our Lord Jesus Christ, who according to his abundant mercy has begotten us again to a living hope through the resurrection of Jesus Christ from the dead. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. When we studied this, we saw how God the Father, the Holy Spirit and Jesus Christ is they involved in bringing us to this heavenly hope. ഈ കാര്യങ്ങൾ നാം പഠിച്ചപ്പോൾ എങ്ങനെയാണ് പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും പുത്രനായ യേശു കർത്താവും നമ്മളെ രക്ഷയിലേക്ക്, ജീവനുള്ള പ്രത്യാശയിലേക്ക് നമ്മളെ കൊണ്ടുവന്നതെന്ന്. Because the God the Father determined and the Holy Spirit sanctified us, and we listened and obeyed the word of Jesus Christ, and we were saved through the sprinkling of the blood of Jesus. ആ പിതാവായ ദൈവം അതിനെ മുൻനിർണയിച്ചു, പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിച്ചു, പുത്രനായ യേശു ക്രിസ്തുവിന്റെ വചനത്താൽ നമ്മൾ എല്ലാവരും രക്ഷയിലേക്ക് കടന്നു വന്നു. So we were all called to this glorious faith. നമ്മൾ എല്ലാവരെയും മഹത്വകരമായ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. And for what purpose? എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണ്? For a living hope. ഒരു ജീവനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി. And then it says verse 4. അതിനുശേഷം 4-ാം വാക്യം പറയുന്നത്, What is this living hope leading you to? ഈ ജീവനുള്ള പ്രത്യാശ എന്തിലേക്കാണ് നമ്മളെ It is നയിക്കുന്നത്? leading us
inheritance that is incorruptible, ആ ജീവനുള്ള പ്രത്യാശ നമ്മളെ നയിക്കുന്നത് ക്ഷയിച്ചു പോകാത്ത ഒരു അവകാശത്തിന് വേണ്ടിയാണ്. that is not defiled, അതിന് മാലിന്യ ക്ഷയമില്ല, and it does not fade away. അത് മാലിന്യം വാട്ടമൊന്നും ഇല്ലാത്തവയാണ്. Finally, it says is reserved for you in heaven. അത് ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് അത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. So there are four distinct things that God is reminding us, 4 വ്യത്യസ്ത കാര്യങ്ങൾ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. that we have been called to this living hope, നമ്മൾ എല്ലാവരും ഈ ജീവനുള്ള പ്രത്യാശയ്ക്കായി to വിളിച്ചിരിക്കുകയാണ്. an inheritance that is incorruptible. ആ ഒരു ക്ഷയമില്ലാത്ത ഒരു സ്വർഗീയ അവകാശത്തിന് വേണ്ടിയിട്ട്. Nothing of this world can corrupt that. ഈ ലോകത്തിലുള്ള ഒന്നിനെയും അതിനെ ക്ഷയിപ്പിക്കുവാൻ കഴിയുകയില്ല. No force of the earth can destroy that. ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും അതിനെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. Even the powers of this earth, even the antichrist system that is going to come, cannot corrupt the inheritance that we have been called for. ഈ ലോകത്തിന്റെ ഒരു അധികാരത്തിനും വരുവാൻ പോകുന്ന അന്തിക്രിസ്തുവിന്റെ ഒരു ശക്തിക്കും നമ്മളെ വിളിച്ചിരിക്കുന്ന ഈ ജീവനുള്ള പ്രത്യാശയെ നശിപ്പിച്ചു കളയുവാൻ ഇടയാകത്തില്ല. And it is undefiled. അത് മാലിന്യമില്ലാത്തതാണ്. Nothing can defile it. അതൊന്നും മാലിന്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. No incorrect things can defile it. ഒരു ഇൻകറപ്റ്റായ കാര്യത്തിനും അതിനെ മാലിന്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. It is pure, the truth of the word of God that God has established. ആ ദൈവത്തിന്റെ വചനത്തെ ദൈവം സ്ഥാപിച്ചിരിക്കുകയാണ്. അത് സത്യമായ കാര്യമാണ്. Everything will change, but the word will never change. എല്ലാത്തിനും മാറ്റം സംഭവിക്കും, പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റവും സംഭവിക്കും. Everything will pass away, but nothing is there that does not pass away, except the word of God will never pass away. ഈ ലോകത്തുള്ള സകലതും മാറിപ്പോകാത്തതായി ഒന്നുമില്ല, പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് ഒരു നാളും ഒരു മാറ്റവും സംഭവിക്കുകയില്ല. So that is why it is incorruptible, it is undefiled. അതുകൊണ്ടാണ് അതിന് ക്ഷയമില്ലാത്തത്, മാലിന്യമില്ലാത്തത്. It does not fade away. ഇത് വാട്ടമില്ലാത്തതാണ്. It does not fade away with any of the environmental changes around us. ഈ ലോകത്തുള്ള ഒരു സാഹചര്യങ്ങൾക്കും അതിനെ മാറ്റിക്കളയുവാൻ കഴിയുകയില്ല. This year people are saying the heat is too much. ഇവിടെ ജനങ്ങൾ പറയുന്നു ഇവിടെ വളരെ ചൂട് അനുഭവിക്കുകയാണ്. People are saying the environment has changed, the entire global situations. ഈ ലോകത്തുള്ള സകലയിടത്തിലും എൻവയോൺമെന്റ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. None of these environmental changes പക്ഷെ ഈ സംഭവിക്കുന്ന ഒരു എൻവയോൺമെന്റ് ചേഞ്ചസ് will have any effect on the truth of the word of God. ദൈവവചനത്തിന്റെ സത്യത്തിന് ഒരു മാറ്റവും കൊണ്ടുവരുവാൻ കഴിയുകയില്ല. Our living hope will never fade. നമ്മുടെ ജീവനുള്ള പ്രത്യാശ ഒരിക്കലും വാട്ടം സംഭവിക്കുകയില്ല. What God has promised for us will never fade. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിന് ഒരിക്കലും അതിലൊരു വാട്ടവും So സംഭവിക്കുകയില്ല. tonight God has given us this opportunity to remember the death of Jesus Christ and his life. ഈ രാത്രി കാലം പിന്നെ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ ഒന്നുകൂടെ ഓർക്കുവാൻ. Why? Because through that we have been all called to this inheritance. ആ യേശു കർത്താവിന്റെ മരണത്താൽ ഈ ജീവനുള്ള അവകാശത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. Maybe our minds have faded, our hearts have faded with lot of things, നമ്മുടെ ഹൃദയങ്ങൾക്ക് നമ്മുടെ മനസ്സുകൾക്ക് പലതിനും വാട്ട് സംഭവിച്ചിട്ടുണ്ട്. but this will never fade. പക്ഷെ ഇത് ഒരിക്കലും Never മാറിപ്പോകാത്തതാണ്. fades. ഒരിക്കലും മാറിപ്പോകാത്ത. And then finally the nail is hit on the right thing. It is reserved for you in heaven. ഇത് നമ്മൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. So such a great promise that God has given. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം. Now that is the grace of life. അതാണ് ആ ജീവന്റെ കൃപ എന്ന് പറയുന്നത്. And here we see that we become heirs of this grace of life. ഇവിടെ നമുക്ക് കഴിവാൻ കഴിയുന്നത് നാം ഓരോരുത്തരും ജീവന്റെ കൃപയ്ക്ക് It കൂട്ടവകാശികളായിരിക്കും. is not only to save us, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല, but to give us eternal life. നമുക്ക് നിത്യജീവൻ തരുവാൻ So വേണ്ടിയാണ്. in the context of a family, ആ കുടുംബ ജീവിതത്തിന്റെ പശ്ചാത്തലത്തോടുള്ള God ബന്ധത്തിൽ is trying to remind us. ദൈവം നമ്മളെ പിന്നെയും ഓർമ്മിപ്പിക്കുന്നത് It is not only now with family, it is with everyone. നമ്മൾ കുടുംബ ജീവിതത്തിൽ മാത്രമല്ല അതെല്ലാവർക്കും. So every believer, എല്ലാ വിശ്വാസികളും, every person who believes in Jesus Christ and receive the salvation of Jesus Christ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിന്റെ രക്ഷ സ്വീകരിച്ച എല്ലാ വ്യക്തികളും, those who have received and those who have been called by him, അവനെ സ്വീകരിച്ച് അവനാൽ വിളിക്കപ്പെട്ടവർ, those who have been got the authority and right to be called as children of God, ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കുവാനുള്ള അധികാരം അവകാശം ലഭിച്ചവർ, all of them are becoming heirs of this grace of life. അവർ ഓരോരുത്തരും ഈ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാകുകയാണ്. So tonight, if you know, what do you have? You are the most precious and gifted people on this earth. ഈ രാത്രികാലം നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് വെച്ചും ഏറ്റവും ഭാഗ്യമേറിയ ഏറ്റവും വലിയ ദാനം ലഭിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ. Praise the Lord. Praise the Lord. Whatever you have seen and heard and enjoyed,
It is much more than what you can even understand. നമ്മൾ ഇതുവരെയും അനുഭവിച്ചത്, നമ്മൾ ചിന്തിച്ചത്, മനസ്സിലാക്കിയൊക്കെയും അപ്പുറമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. So we are all the most blessed people. നമ്മളെല്ലാവരും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി Right ജീവിതങ്ങളാണ്. now, we should be very proud and happy about that. ഈ നിമിഷം നമ്മൾ ഇതിനെ കുറിച്ച് ഓർത്ത് വളരെ സന്തോഷിക്കുന്നവരും അതിൽ അഭിമാനിക്കുന്നവരുമായിരിക്കണം. Now, what is that grace of life? ഈ ജീവന്റെ കൃപ എന്താണ്? That God has promised us eternal life. ദൈവം നമുക്ക് ആ നിത്യജീവൻ വാഗ്ദത്തം And നൽകി. why it is reminding us? ഇവിടെ എന്തിനാണ് അതിനെ ഓർമ്മിപ്പിക്കുന്നത്? Reminding us that in the context of an husband and wife, ആ ഒരു both of them are heirs of this grace of life. ആ ഒരു ഭാര്യയെയും ഭർത്താവിന്റെയും പശ്ചാത്തലത്തുള്ള ബന്ധത്തിൽ അവർ ഓർമ്മിപ്പിക്കുന്ന അവർ രണ്ടുപേരും ജീവന്റെ കൃപയ്ക്ക് So, കൂട്ടവകാശികളാണ്. number one, we have to know that who has given us this grace of life. ഒന്നാമത്തെ കാര്യം, ആരാണ് ഈ ജീവന്റെ കൃപ നമുക്ക് It തന്നിരിക്കുന്നത്? is not because of the husband, അതൊരു ഭർത്താവ് മുഖാന്തരമല്ല, it is not because of the wife, അതൊരു ഭാര്യ കാരണമല്ല, it is not because of your good parents, നമ്മുടെ നല്ല മാതാപിതാക്കൾ it is മുഖാന്തരം, not because of your wonderful inheritance that you have gained on this earth, ഈ ലോകത്തിൽ വെച്ച് പ്രാപിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ പാരമ്പര്യം കൊണ്ടല്ല, it is not because of your education, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല, it's not because of your intellectualism, നമ്മുടെ ബുദ്ധി കൊണ്ടുമല്ല, it is only because of the Lord Jesus ഇത് Christ. യേശു കർത്താവ് മുഖാന്തരം മാത്രമാണ്. And all this have been given to us ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് only because of his life and death of Jesus Christ. യേശു കർത്താവിന്റെ ജീവിതവും മരണം കൊണ്ട് മാത്രമാണ്. Let's go to Romans chapter 5 verse 8. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം Just വായിക്കാം. to remind us that all this has been possible because of Jesus Christ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമായി തീർന്നത് യേശു കർത്താവ് മുഖാന്തരം. So tonight, first thing I want to bring to your mind, ഈ രാത്രികാലം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവരുവാൻ first of all, how did we come into this grace of life? എങ്ങനെയാണ് നാം ഈ ജീവന്റെ കൃപയിലേക്ക് കടന്നു വന്നത്? So we have to remember what Jesus did for us on the cross. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് We have ഓർക്കണം. to remember the plan of God in our lives. നമ്മുടെ ജീവിതത്തിലുള്ള ദൈവിക പദ്ധതികളെ നാം ഓർക്കണം. So it is we are all partakers of that great mystery. ആ ദൈവത്തിന്റെ വലിയ രഹസ്യത്തിന്റെ പങ്കാളികളാണ് നമ്മൾ That ഓരോരുത്തരും. earlier it was not revealed, but it is revealed to us. ആ മുൻപുള്ള കാര്യങ്ങൾ അത് വെളിപ്പെട്ട് വന്നില്ല, പക്ഷെ ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്തി That Jesus, തന്നിരിക്കുകയാണ്. our Savior, യേശു കർത്താവ് നമുക്ക് വേണ്ടി രക്ഷകനായി, He has prepared everything for us. നമുക്ക് വേണ്ടി സകലവും ഒരുക്കി And ഒരുക്കപ്പെട്ടിരിക്കുന്നു. through Him, യേശു കർത്താവ് through മുഖാന്തരം, Him only, യേശു കർത്താവ് മുഖാന്തരം മാത്രം great path has been opened for us. ഈ ഒരു വലിയ വഴി നമുക്ക് വേണ്ടി തുറന്നു So Romans 5 reminds us about that. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. Let us read verse 8. അതിന്റെ 8-ാം വാക്യം വായിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. Praise the Lord. But God demonstrates His own love for us in that while we were still sinners, Christ died for us. So now, but God demonstrates His own love towards us in that while we were still sinners, Christ died for us. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. Let's read further 9 and 10. അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കാം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. Verse 10. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ശത്രുക്കൾ ആയിരിക്കുമ്പോൾ തന്നെ. നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ Ah. ദൈവത്തോട് നിരപ്പ് വന്നു. So the first thing is that through the death of Jesus Christ, we were reconciled to God. യേശു കർത്താവിന്റെ മരണം മുഖാന്തരം നാം ഓരോരുത്തരും ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. So read verse 10 very clearly അതിന്റെ 10-ാം വാക്യം വളരെ so that വ്യക്തമായി you will understand what we are talking about. നാം എന്താണ് സംസാരിക്കുന്നത് അത് മനസ്സിലാകുവാൻ സാധിക്കും. Yes, while we were yet sinners, നമ്മൾ പാപികളായിരിക്കുമ്പോൾ Christ died for us. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. The grace that came upon us നമുക്ക് വേണ്ടി നൽകപ്പെട്ട ദൈവത്തിന്റെ കൃപ is when we were sinners, നമ്മൾ പാപികളായിരിക്കുമ്പോഴാണ്. when we were under the wrath of God. നാം ദൈവത്തിന്റെ കോപത്തിന്റെ We were പാത്രങ്ങളായിരിക്കുമ്പോൾ not qualified for any mercy or any grace. ഒരു കൃപയ്ക്കും ഒരു കരുണയ്ക്കും യോഗ്യത ഇല്ലാതിരിക്കുമ്പോൾ, While we were sinners, നമ്മൾ പാപികളായിരിക്കുമ്പോൾ, while we were sinners, നമ്മൾ while പാപികളായിരിക്കുമ്പോൾ, we were doomed to death from the grace that we fell down. നമ്മൾ വീണ്ടുപോയ കൃപയിൽ നിന്ന് മരണത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ, That image that God created in our lives, ആ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആ സാദൃശ്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയത് that got lost. അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. So it is because of the sin of Adam ആദാം
ആദാമിന്റെ പാപം മുഖാന്തരം And it got more and more compounded by the sins that were committed all throughout the ages. ഈ കാലങ്ങളിലൊക്കെയും കൂട്ടമായി ചെയ്തു വന്ന പാപങ്ങൾ മുഖാന്തരം And plus our sins. അതോടൊപ്പം നമ്മുടെ പാപങ്ങളും We became all vessels of wrath നാം ഓരോരുത്തരും ദൈവത്തിന്റെ കോപത്തിന്റെ പാത്രങ്ങളായി while തീർന്നു. we were sinners. നമ്മൾ പാപികളായിരിക്കുമ്പോൾ Christ died for us. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. And verse 10 says ഇതിന്റെ 10ാം വാക്യം പറയുന്നു, that through his death what happened? അവന്റെ മരണത്താൽ നമുക്ക് എന്ത് സംഭവിച്ചു? When we were enemies with God. നാം ദൈവത്തിന്റെ Who ശത്രുക്കളായിരിക്കുമ്പോൾ were we? നമ്മൾ ആരായിരുന്നു? We were enemies. നാം ദൈവത്തിന്റെ We were ശത്രുക്കളായിരുന്നു. not good people. നമ്മൾ ആരും നല്ലവരല്ലായിരുന്നു. We never had a good intention. നമുക്ക് ആർക്കും നല്ല We ഉദ്ദേശങ്ങളില്ലായിരുന്നു. never had a good heart. നമുക്ക് ആർക്കും നല്ല ഹൃദയമില്ലായിരുന്നു. Never forget. ഒരിക്കലും മറക്കരുത്, A human heart, ഒരു മനുഷ്യന്റെ a ഹൃദയം, human person ഒരു മനുഷ്യ വ്യക്തി is always against God. അവൻ എപ്പോഴും ദൈവത്തിന് എതിരായി നിൽക്കുകയാണ്. His desire is to go away from God. അവന്റെ ആഗ്രഹം എപ്പോഴും ദൈവത്തിന് അകന്നു പോവുകയാണ്. But God, what did he do? പക്ഷെ ദൈവം എന്താണ് ചെയ്തത്? While we were enemies with God, നാം ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ what happened? എന്താണ് സംഭവിച്ചത്? We were reconciled to God through the death of his son. അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. But then it says much more. പക്ഷെ അതിനുശേഷം വളരെയധികം പറയും, Having been reconciled, ഈ ഒരു നിരപ്പ് വന്നതിന് ശേഷം we shall be saved by his life. അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. Praise the Lord. ഹല്ലേലൂയ. And not only that, but we also rejoice in God through our Lord Jesus Christ, through whom we have now received the reconciliation. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. So tonight, when we are talking about the grace of life, ഈ രാത്രികാലം ജീവന്റെ കൃപയെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ we are so privileged to be inheritors of this grace of life. ഈ ജീവന്റെ കൃപയ്ക്ക് അവകാശികളായി തീർന്നത് ഏറ്റവും ഭാഗ്യമേറിയ കാര്യമാണ്. But why does it remind us? പക്ഷെ എന്താണ് നമ്മൾ പിന്നെ ഓർമ്മിപ്പിക്കുന്നത്? Because today we have to know that is all possible only because of Jesus. He died for us on the cross. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീർന്നത് യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത് കൊണ്ട് മാത്രമാണ്. Now Paul brings this very clearly. പൗലോസ് ഇതിനെ വളരെ വ്യക്തമായി കൊണ്ടുവരുന്നു. In all the epistles we can see this more fervently. ഇതിലൊക്കെ വളരെ തീക്ഷ്ണമായിട്ട് അനേക ലേഖനങ്ങൾ കാണുവാൻ കഴിയും. But tonight let us turn to Titus chapter 3. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം Verse 3 onwards. അതിന്റെ 3-ാം വാക്യം. So I would like to read from verse 3 to 7. അതിന്റെ 3 തൊട്ട് 7 വരെ. For we ourselves were also once foolish. So remember what is happening here. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഓർക്കുക. The word of God is reminding us before we received Jesus who we were. നമ്മൾ യേശു കർത്താവിനെ സ്വീകരിക്കുന്നതിന് മുമ്പേ നാം ആരായിരുന്നു? There is always a reference in our life. എപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ We റെഫറൻസ്, should have a reference in our life. നമ്മുടെ ജീവിതത്തിൽ റെഫറൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. Always remember from where we were called. നമ്മൾ എവിടെ നിന്നാണ് നാം വിളിക്കപ്പെട്ടതെന്ന് എപ്പോഴും നാം The ഓർക്കണം. moment we forget about that, അതിനെക്കുറിച്ച് മറന്നു പോകുന്ന ആ നിമിഷം we will be unthankful in our heart. നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ That is why നന്ദി. Romans says that their foolish hearts became hardened. അതുകൊണ്ടാണ് അവർക്ക് അവിടെ പറയുന്നത് അവർക്ക് വിവേകമില്ലാത്ത അവരുടെ ഹൃദയം ഇരുണ്ടുപോയത്. Why? എന്തുകൊണ്ട്? Because unthankfulness. കാരണം അവരുടെ ഹൃദയത്തിൽ They നന്ദിയില്ലായിരുന്നു. were not thankful. അവർ They നന്ദിയില്ലാത്തവരായിരുന്നു. did not consider God in their life. ദൈവത്തെ ദൈവമെന്ന് അവർ അറിഞ്ഞില്ല. They did not glorify God in the way how it has to be glorified. ദൈവത്തെ എങ്ങനെയാണോ മഹത്വീകരിക്കേണ്ടത് അങ്ങനെ അവർ മഹത്വീകരിച്ചില്ല. So that is why what happened? God allowed them to a debased mind to be more darkened in their heart. കാരണം അവർക്ക് അതുകൊണ്ട് ദൈവം അവരുടെ നിരൂപണങ്ങൾ വ്യർത്ഥമായി തീരുവാനും അവരുടെ ഹൃദയം ഇരുണ്ടുപോകുവാനും അനുവദിച്ചു. So that is why Paul is saying here to remember from where we were coming. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പിന്നെയും ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്. So the word English says for we ourselves. Yeah. We were also once foolish. We were once what? Foolish, Disobedient. disobedient, Deceived. deceived, Serving various lusts and pleasures. serving various lusts and pleasures, Living in malice and envy. living in malice and envy, Hateful and hating one another. hateful and hating one another. But when the kindness and the love of God But when the kindness and the love of God, our Savior, toward men appeared, toward man appeared, not by works of righteousness which we have done, it is not because of the work of righteousness that we have done, but according to his mercy, but according to his mercy, he saved us he saved us through the washing of regeneration through the washing of regeneration and renewing of the Holy Spirit, and renewing of the Holy Spirit, whom he poured out on us
whom He poured out on us abundantly through Jesus Christ, abundantly through Jesus Christ our Savior, that having been justified by His grace, that we being justified by His grace, we should become heirs we should become heirs according to the hope of eternal life. according to the hope of eternal life. Praise the Lord. വായിക്കാം, വളരെ വായിക്കാം. I hope you understand because we don't have time to go in detail, but understand what this word of God says. Yeah. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഇച്ഛയിലും അസൂയത്തിലും കാലം കഴിക്കുന്നവരും So ഇതായിരുന്നു മുമ്പത്തെ നാം ഓരോരുത്തരുടെ ജീവിതവും അവരുടെ നടപ്പും എല്ലാ കാര്യങ്ങളും. എന്നാൽ നമ്മുടെ എന്നാൽ so what does it mean? For we were like this, but it is not because of any of our good or any of our good deeds, but the kindness of God. Yeah. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും ആ മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ ആ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് ആ പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിനും നിത്യജീവന്റെ അവകാശികൾ ആയി തീരേണ്ടത് പുനർജനന സ്നാനം കൊണ്ടും ആ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. Praise the Lord. There is a renewing, there is a regeneration, and there is a power that is working in our lives inside through us. And that is how makes us all to be partakers, to be inheritors of this glorious grace of life. നമ്മുടെ ജീവിതത്തിൽ പുനർജനന സ്നാനം കൊണ്ട് ഒരു പുതിയ ജീവൻ നൽകിക്കൊണ്ട് നാം എല്ലാവരും ഈ കൃപയുടെ അവകാശത്തിന്റെ അവകാശികളായി തീർന്നു. So that is why we have to remember that what Christ has done for us. അതുകൊണ്ടാണ് ക്രിസ്തു എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതെന്ന് നാം ഓർക്കേണ്ടത്. Through His life and through His death, യേശു കർത്താവിന്റെ ജീവിതം മുഖാന്തരം, യേശു കർത്താവിന്റെ മരണ മുഖാന്തരം we become heirs of the grace of life. നാം ഓരോരുത്തരും ആ കൃപയുടെ അവകാശികളായി തീർന്നു. So we have all become what? നമ്മൾ എല്ലാവരും എന്തായി തീർന്നു? We have become heirs. നമ്മൾ എല്ലാവരും അവകാശികളായി Word of തീർന്നു. God says, if you are heirs, then you are co-heirs of Christ. നമ്മൾ അവകാശികളാണെങ്കിൽ അവനോടുകൂടെ കൂട്ടവകാശികളുമാണ്. So we are co-heirs. Just whatever has been there of Christ is for us. നാം കൂട്ടവകാശികളാണെങ്കിൽ ക്രിസ്തുവിന് നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതിന്റെയൊക്കെയും കൂടെ അവകാശം പ്രാപിക്കുന്നവരാണ്. So when we remember Christ tonight, ഈ രാത്രികാലം നാം ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ, when tomorrow we are going to partake of this Holy Communion, ഈ കർത്താവിന്റെ മേശയിൽ നാം ഓരോരുത്തരും പങ്കാളികളാകുമ്പോൾ it is to remember. അത് നാം ഓർക്കേണ്ട കാര്യം, To remember His death. യേശു കർത്താവിന്റെ മരണത്തെ To ഓർക്കണം. remember what Christ has done for us. ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് ഓർക്കണം. So it is a glorious promise that God has given us. നമുക്ക് ഏറ്റവും മഹത്വകരമേറിയ ഒരു വാഗ്ദത്തമാണ് The നൽകപ്പെട്ടിരിക്കുന്നത്. glorious position that God has placed us. ഏറ്റവും മഹത്വകരമായ ഒരു സ്ഥാനത്തിലേക്കാണ് ദൈവം നമ്മളെ ആക്കി What is that വെച്ചിരിക്കുന്നത്. position? ആ സ്ഥാനം എന്താണ്? We are all heirs of this grace of life, നാം എല്ലാവരും ഈ ജീവന്റെ കൃപയ്ക്ക് അവകാശികളാണ്. made possible by the death of Jesus Christ, യേശു കർത്താവിന്റെ മരണ മുഖാന്തരം ഇത് സാധ്യമായി തീർന്നു. made possible through the provisions of the cross that is given for us. ആ ക്രൂശ് മുഖാന്തരം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീർന്നു. And that is one for all. He has made His sacrifice once for all. ഒരിക്കലായിട്ട് താൻ യാഗമായി തീർക്കപ്പെട്ടു. Let's read Hebrews chapter 10 verse 14. എബ്രായ ലേഖനം 10-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. God has given us a sacrifice. He's become a sacrifice for us once for all. എല്ലാവർക്കും വേണ്ടി അവൻ ഒരിക്കലായി യാഗമായി തീർന്നു. വായിക്കുക. ഏകയാഗത്താൽ So yeah, read in English. For by For one offering, ഏകയാഗത്താൽ He has perfected forever those who are being He has perfected forever. Forever. He has perfected forever for those who are being sanctified. സദാകാലത്തേക്കും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് ഇത് തുടർന്ന് ഒരു വിശുദ്ധീകരണത്തിന്റെ വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. So it is a continuous progressive sanctification, but it is to be remembered that it has been perfected forever for us. ഇത് വിശുദ്ധീകരണം എന്ന് പറയുന്നത് തുടർമാനമായ ജീവിതത്തിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ പറയുന്നത് ഇത് സദാകാലത്തേക്കും അതിന് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. So what is family life now? എന്താണ് കുടുംബജീവിതം എന്ന് പറയുന്നത്? So there where we are progressively now
being changed day by day into this glorious promise. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ വലിയ വാഗ്ദത്തത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. So then comes to the point that why God is wanting us to do this. എന്തുകൊണ്ടാണ് ദൈവം ഇത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ Why ആഗ്രഹിക്കുന്നത്? God is wanting the husbands to do this and the wives to do certain things. എന്തുകൊണ്ടാണ് ദൈവം ഭർത്താക്കന്മാരും ഭാര്യമാരും ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്? Because it is very important പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്നു. that they follow what God has placed for us, ദൈവം എന്താണോ വെച്ചിരിക്കുന്നത് അതിനെ so അനുഗമിക്കുന്നവരായിരിക്കും. that we fulfill the purpose of God, അത് മുഖാന്തരം ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ജീവിതത്തിൽ നിവർത്തിച്ചെടുക്കുവാൻ, so that we become the heirs of all the promises of God. അതിന് മുഖാന്തരം ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളുടെയും അവകാശികളായി തീരുവാൻ. Remember, Christ has done everything. ഓർക്കണം, ക്രിസ്തു സകലവും നമുക്ക് വേണ്ടി ചെയ്തു. His one sacrifice has been perfected forever. ഏകയാഗത്താൽ സകലത്തിനും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. Now, what we need to do? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? We need to progressively keep on sanctifying our lives. നമ്മുടെ ജീവിതത്തിൽ തുടമാനമായിട്ട് ഓരോ ദിവസം വളരും തോറും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചു That കൊണ്ടേയിരിക്കണം. is the holy life that we are talking about. അതാണ് വിശുദ്ധ ജീവിതം എന്ന് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. So this is all prepared for us into that eternal life that God has prepared for us. ഇതൊക്കെ നമ്മളെ ഒരുക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിത്യജീവനങ്ങളിലേക്കാണ്. Just to bring to your notice, നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുക. 2 Timothy chapter 1, 2 തിമോത്തി അതിന്റെ 1-ാം അധ്യായം verse 9 and 10. അതിന്റെ 9ഉം 10ഉം വാക്യങ്ങൾ. Who has saved us and called us So again reminding us that who has saved us, it's talking about Jesus Christ through whom we are saved. Who has saved us and called us with a holy calling, and called us with what? holy, A holy calling. Yeah. not according to our works, Not according to our works. according to his own purpose, Ah. grace which was given to us in Christ Jesus before time began. Before time began. Yeah. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വെള്ളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുൻപേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. So why I'm bringing this into our mind? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവരുന്നത്? Before the ages means before we were even born. നമ്മൾ ജനിക്കുന്നതിന് മുൻപേ, സകല കാലങ്ങൾക്ക് മുൻപേ God had a plan for you and me. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിന് ഒരു പദ്ധതി God ഉണ്ടായിരുന്നു. had a plan for every husband and every wife. എല്ലാ ഭർത്താക്കന്മാർക്കും എല്ലാ ഭാര്യമാർക്കും വേണ്ടി ദൈവത്തിന് ഒരു God had a plan for every believer. എല്ലാ വിശ്വാസികൾക്കും ദൈവത്തിന് ഒരു പദ്ധതി So ഉണ്ടായിരുന്നു. that is why unity in the family, അതുകൊണ്ടാണ് കുടുംബത്തിലുള്ള ഐക്യത, unity in the church, the body of Christ. ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയിലുള്ള ഐക്യത It has to be there. അവിടെ ഉണ്ടായിരിക്കണം. How that can happen? അത് എങ്ങനെ സംഭവിക്കും? When we know that the great plan of ആ God ദൈവത്തിന്റെ വലിയ പദ്ധതിയെ നാം അറിയുമ്പോൾ, for you and me, എനിക്കും നിങ്ങൾക്ക് വേണ്ടിയുള്ള it has to be fulfilled. അത് നിവർത്തിച്ചെടുത്തുകൊണ്ട് It has to be perfected in our life. അത് നമ്മുടെ ജീവിതത്തിൽ അത് പെർഫെക്റ്റ് ആകുമ്പോൾ We need to follow what Christ has kept for every person to follow. ദൈവം നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, ക്രിസ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നാം അനുഗമിക്കുന്നവരായിരിക്കണം. So it is no complaint against God. ദൈവത്തോട് ഒരു പിറുപിറുപ്പും കൂടാതെ It is about God's plan that we should be happy about, ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഓർത്ത് അതിൽ നാം സന്തോഷിക്കുന്നവരാണ്. not to follow a holy life of compulsion, but follow a holy life out of love towards God. നിർബന്ധത്താൽ ഒരു വിശുദ്ധ വിളിക്ക് വേണ്ടിയല്ല, ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവിശുദ്ധ വിളിയിലേക്ക് ജീവിക്കുവാൻ. That is where the trouble comes. അവിടെയാണ് പ്രശ്നം കടന്നു വരുന്നത്. Because when we do not love God, ദൈവത്തെ സ്നേഹിക്കാത്തപ്പോൾ, we do not love His commandments, ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിക്കത്തില്ല. then we follow certain things just because of certain fears, ചില പേടികൾ കൊണ്ട് ചില കാര്യങ്ങൾ നാം അനുഗമിക്കുമ്പോൾ, or sometimes we change, sometimes we are again back to the old life. ചില സമയങ്ങൾ നാം ചേഞ്ച് ആകും, പിന്നെ ഇല്ലെങ്കിൽ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി പോകും. So that is why word of God reminding us, അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പിന്നെ ഓർമ്മിപ്പിക്കുന്നത്, or you were, നിങ്ങൾ ഓരോരുത്തരും who are we? ആരായിരുന്നു നമ്മൾ? Reminding in Titus, we were foolish, നമ്മൾ എല്ലാവരും we were ബുദ്ധികെട്ടവരായിരുന്നു, disobedient, നമ്മൾ അനുസരണം കെട്ടവരായിരുന്നു, deceived, നമ്മൾ വഴിതെറ്റി നടക്കുന്നവർ, serving various lusts and pleasures, നാനാ മോഹങ്ങൾക്കും അധീനരായിരുന്നു, living in malice and in envy, ഈശയിലും അസൂയയിലും കാലം കഴിക്കുന്നവരായിരുന്നു, hateful and hating one another. ദേഷ്യതരും അന്യോന്യം ഭയക്കുന്നവരുമായിരുന്നു. Now this is, now let us understand from our context of a family life. ആ കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലമുള്ള ബന്ധത്തിൽ നാം ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. Do not behave foolishly, നമ്മൾ ആരും ഒരു ബുദ്ധികെട്ടവരായി പെരുമാറരുത്. because we have been given the heavenly wisdom. കാരണം നമുക്ക് എല്ലാവർക്കും സ്വർഗീയമായ ജ്ഞാനമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. So verse 7 in the 1 Peter chapter 3 talks about what?
Husbands should have an understanding, live with understanding. 1 പത്രോസ് 3:7 നാം വായിക്കുന്നത് വിവേകത്തോടെ ഭർത്താക്കന്മാർ ജീവിക്കണം. We talked about wives being what? Submissive to their husbands. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ജീവിക്കണം എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചു. Now, what is the foolishness? എന്താണ് ബുദ്ധികേട്? When we follow the rules of the world, is a foolishness thing. ഈ ലോകത്തിൻ്റെതായ നിയമങ്ങൾ നാം അനുസരിച്ച് നടക്കുമ്പോൾ അത് ബുദ്ധികെട്ട കാര്യമാണ്. In the past, we were what? നമ്മൾ മുൻപേ നാം ആരായിരുന്നു? We were foolish. നമ്മൾ But ബുദ്ധികെട്ടവരായിരുന്നു. now we are what? നമ്മൾ ഇപ്പോൾ ആരാണ്? We are inheritors. നാം അവകാശികളാണ്. We are inheritors of the grace of life. ജീവന്റെ കൃപയ്ക്ക് അവകാശികളാണ്. So, what is that grace of life? ആ ജീവന്റെ കൃപ എന്താണ്? That Christ died for us, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. and through His life, ആ ക്രിസ്തുവിന്റെ ജീവിതത്താൽ we all become heirs of the glorious promise. ആ വലിയ വാഗ്ദത്തങ്ങൾ നാം എല്ലാവരും അവകാശികളായി So, തീർന്നു. what we need to do, നാം എന്താണ് ചെയ്യേണ്ടത്? since we are born again, നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചത് കൊണ്ട് we have to live the newness of life. ആ ജീവന്റെ പുതുക്കത്തിൽ നാം നടക്കണം. And what is the newness of ആ life? ജീവന്റെ പുതുക്കം എന്താണ്? Is living as per the word of God. ദൈവത്തിന്റെ വചനം അനുസരിച്ച് And ജീവിക്കുന്നതാണ്. husbands should live with understanding, ആ ഭർത്താക്കന്മാർ വിവേകത്തോടെ ജീവിക്കണം. where wives should live with submissiveness. ഭാര്യ ഭർത്താവിന് കീഴടങ്ങി ജീവിക്കണം. Husbands should love their wives. ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കണം. Wives should love their husband. ആ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. Husbands to honor their wives. ആ ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. So this brings unity in the family. ഇതാണ് കുടുംബത്തിൽ ഐക്യത കൊണ്ടുവരുന്നത്. This brings growth in the family. ഇതാണ് കുടുംബജീവിതത്തിൽ വളർച്ച കൊണ്ടുവരുന്നത്. Spiritual life cannot be removed out of by separating us. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ വേർപെടുത്തിക്കൊണ്ട് ഒന്നും ആകുന്നതല്ല. Nobody can say that, okay, I want to become more spiritual, let me be separate from my wife. No. ആർക്കും പറയുവാൻ കഴിയത്തില്ല എനിക്ക് ആത്മീയ ജീവിതത്തിൽ വളരെ അധികമായി വളരണം എന്നുള്ളത് കൊണ്ട് എന്റെ ഭാര്യയെ ഞാൻ ഉപേക്ഷിക്കുന്നു. No, that is a wrong teaching. അത് തെറ്റായ പഠിപ്പിക്കലാണ്. God is reminding us, ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് both of you are heirs of this grace of life. നിങ്ങൾ രണ്ടുപേരും ജീവന്റെ കൃപയ്ക്ക് അവകാശികളാണ്. That is what the word of God says. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. Both of us are what? We are heirs of this grace of life. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവന്റെ കൃപയ്ക്ക് അവകാശികളാണ്. So that is why it is reminding us അതുകൊണ്ടാണ് അതിനെ ഓർമ്മിപ്പിക്കുന്നത് that we are all qualified for what? നമ്മൾ എല്ലാവരും എന്തിനു യോഗ്യരായിരിക്കുന്നു? For eternal life. ഒരു നിത്യജീവന് യോഗ്യരായിരിക്കുന്നു. Praise the Lord. Praise the Lord. So now what we have to do? നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? We have to understand. നമ്മൾ മനസ്സിലാക്കണം. We have to respect. നമ്മൾ ബഹുമാനിക്കണം. We have to love. നമ്മൾ സ്നേഹിക്കണം. We have to follow the commandments of God, ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിക്കണം. so that we enjoy all the grace of the life that God has given us. ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കൃപകളും അതിന് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് That we are becoming inheritance. നമ്മൾ ഓരോരുത്തരും അവകാശികളായി തീർന്ന് We are heirs of Christ. നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ കൂടെ അവകാശികളാണ്. Co-heirs of Christ. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ്. All the heavenly blessings സ്വർഗത്തിലുള്ള സകല is അനുഗ്രഹങ്ങളും for the family, അതെല്ലാം കുടുംബത്തിന് is for വേണ്ടിയുള്ളതാണ്. the person. ദൈവം അത് വ്യക്തിക്ക് വേണ്ടിയുള്ളതാണ്. Don't you want to enjoy the blessings of God? ആ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കണ്ടായോ? Don't you want to increase in the blessings of God? ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിൽ വർദ്ധിച്ചു വരണ്ടായോ? Not only that, അത് മാത്രമല്ല glorious eternal promise ഏറ്റവും ശ്രേഷ്ഠകരമായ നിത്യമായ വാഗ്ദത്തം for which we have been called for. അതിനുവേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. What is that? Eternal life. അത് നിത്യജീവനാണ്. And we have been called for this living hope. ഈ ജീവനുള്ള പ്രത്യാശയ്ക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. Don't waste your time in the things of this world. ഈ ലോകത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം നാം That ചെലവാക്കരുത്. is why Titus, Paul is reminding, ഇതുകൊണ്ടാണ് തീത്തോസിലൂടെ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് don't be foolish. നമ്മൾ ആരും ബുദ്ധികെട്ടവരായി തീരരുത്. Number 2, it says that disobedient. നമ്മൾ രണ്ടാമത്തെ കാര്യം അനുസരണം കെട്ടവർ. Don't be disobedient. നമ്മൾ ആരും അനുസരണം കെട്ടവരായി Don't തീരരുത്. think that you have better power or better qualities than your husband. ആ ഭർത്താവിനേക്കാൾ അധികമായി എനിക്ക് അധികാരമുണ്ട്, എനിക്ക് യോഗ്യതകളുണ്ടെന്ന് ചിന്തിക്കരുത്. Don't think that you are right and the other person is wrong. ഞാൻ ശരിയാണ് മറ്റുള്ളവർ തെറ്റാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. Husband should not think that he is right and the other person is wrong. ഭർത്താക്കന്മാർ ചിന്തിക്കരുത് ഞാൻ ശരിയാണ് മറ്റുള്ളവർ തെറ്റാണ്. Word of God reminds us, ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത് with understanding we have to live. വിവേകത്തോടെ നാം ജീവിക്കണം. We have to see that where we can be right. എവിടെയാണ് ശരിയാക്കുവാൻ കഴിയുന്നത് നാം ചിന്തിക്കണം. And we have to teach and exhort each other നാം അന്യോന്യം പഠിപ്പിച്ച് അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ട് to know that there is a truth that we have to believe in. ഒരു വെച്ചിരിക്കുന്ന സത്യമായ കാര്യം നാം വിശ്വസിച്ചുകൊണ്ട് It is a responsible for the husbands. ഭർത്താക്കന്മാർക്ക് ഒരു It ഉത്തരവാദിത്തങ്ങളുണ്ട്. is a responsibility for the wives. ഭാര്യമാർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. So that is what we have to fulfill. അതാണ് നാം നിവർത്തിച്ചെടുക്കേണ്ടത്. Don't be disobedient. നമ്മൾ ആരും അനുസരണം കെട്ടവരായി തീരരുത്. It says what?
അതിനുശേഷം എന്താണ് പറയുന്നത്? Deceived. വഴിതെറ്റി നടക്കുന്നത്. Don't be deceived. നമ്മൾ ആരും വഴിതെറ്റി പോകരുത്. What is the deceivement? എന്താണ് ആ വഴിതെറ്റി പോകുന്നത്? Just as serpent deceived Eve. സർപ്പം അവയെ ഉപായത്താൽ ചതിച്ചതുപോലെ Nobody should deceive you. നമ്മൾ ആരും ചതിക്കപ്പെടുവാനിടയിൽ In the simplicity and devotion of Christ. ദൈവത്തോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും നഷ്ടപ്പെട്ടു പോകരുത്. Because whatever view we have about Christ, ക്രിസ്തുവിനെ കുറിച്ചുള്ള നമുക്കുള്ള കാഴ്ചപ്പാടുകൾ, what is that heavenly hope and living hope that you have? നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവനുള്ള പ്രത്യാശ, സ്വർഗീയ പ്രത്യാശ, Do not be deceived. നമ്മൾ ചതിക്കപ്പെട്ടു Do പോകരുത്. not be deceived by any things of this world. ഈ ലോകത്തിൽ ഒരു വിഷയം കൊണ്ട് നാം ചതിക്കപ്പെട്ടു പോകരുത്. Each of us to exhort and comfort each other. നമ്മൾ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യണം. That is how God brings this context in the life of a family. അതങ്ങനെയാണ് ദൈവം ഈ കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരുന്നത്. It is similar to the context of a body of Christ with his church. ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയുടെ അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ്. God allows, tomorrow we'll talk about the church. നാളെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ നാളെ ദൈവസഭയെ കുറിച്ച് So, സംസാരിക്കും. how we can all build together. എങ്ങനെ നമ്മൾ ഓരോരുത്തരും ചേർന്ന് Because പണിയപ്പെടും. Christ, through his death, he has given everything for us. യേശു കർത്താവിന്റെ മരണത്താൽ സകലവും നമുക്ക് It നൽകപ്പെട്ടിരിക്കുന്നു. is the grace of God that we have been all called to this great promise. ഈ ദൈവത്തിന്റെ കൃപയാലാണ് ദൈവത്തിന്റെ വലിയ വാഗ്ദത്തത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. But now what we need to do? നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? We need to follow that God has placed for us. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നാം അതിനെ പിന്തുടരുവാനിടയാകണം. We should not, next is, we should not serve, serving various lusts and pleasures. നാനാ മോഹങ്ങൾക്കും അധീനരാകരുത്. This was what we were earlier. നമ്മൾ ഇങ്ങനെയായിരുന്നു നാം മുൻപുണ്ടായിരുന്നത്. So now what we should do? നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? We should not serve our lusts and pleasures. നമ്മുടെ മോഹങ്ങളും നാം സെർവ് ചെയ്യരുത്. There may be many things attracting us around this world. ഈ ലോകത്തിൽ അനേകം കാര്യങ്ങൾ നമ്മളെ ആകർഷിക്കുന്നുണ്ടായിരിക്കും. Husbands and wives. ഭാര്യയും ഭർത്താവും. Remember, ഓർക്കേണ്ടത്, you are responsible for the family to be built. കുടുംബജീവിതത്തെ പണിയുവാൻ നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. God is allowing good things to happen in your life. നല്ല കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുമ്പോൾ Do not derail the plan of God. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നാം പാളം തെറ്റി പോകരുത്. You may think that you can settle down after a few years. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ചില വർഷങ്ങൾക്ക് ശേഷം എല്ലാ കാര്യങ്ങളും That happens when God is trying to deal with you. അങ്ങനെ ദൈവം നമ്മളോട് ഡീൽ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, When God is working in your lives, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു then കൊണ്ടിരിക്കുമ്പോൾ suddenly some lust and some pleasure will come. പെട്ടെന്ന് ചില മോഹങ്ങളും ചില പ്ലഷേഴ്സും നമ്മുടെ ജീവിതത്തിൽ If we want to follow that, നമ്മൾ അതിന്റെ പുറകെ പോകാൻ when ആഗ്രഹിക്കും. we follow that, നാം അതിനെ പുറകെ we are പോകുമ്പോൾ derailing the plan of God. ദൈവത്തിന്റെ പദ്ധതിയിൽ നാം മാറിപ്പോകുകയാണ്. Earlier we were serving such lust and pleasures. നാം മുമ്പേ ഈ കാര്യങ്ങളും മോഹങ്ങൾക്കും അധീനരായിരുന്നു. Let us not be deceived. നമ്മൾ ആരും ചതിക്കപ്പെട്ടു പോകരുത്. Let us not serve any other lust and pleasures. വേറെ ഒരു മോഹങ്ങളെയും പിന്നെ പോകുവാൻ ഇടയാകരുത്. This is how spiritual lives are to be built. ഇങ്ങനെയാണ് ആത്മീയ ജീവിതം പണിയപ്പെടേണ്ടത്. Now what you see is not the right way. I am telling you very clearly. ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാര്യങ്ങളല്ല ശരിയായിട്ടുള്ള വഴിയെന്ന്. I went to Kerala. I went to different places. I saw many lives. ഞാൻ കേരളത്തിൽ പോയപ്പോൾ അനേകം കാര്യങ്ങൾ കാണുവാൻ, അനേകം ജീവിതങ്ങളെ കാണുവാൻ ഇടയായി തീർന്നു. This is not what God has intended for our lives. നമ്മുടെ ജീവിതത്തിന് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതല്ല. There is a time now what is going through. There is a revival of the word of God, but there is a downfall of the people of God. ദൈവം വെച്ചിരിക്കുന്ന ഉണർവുണ്ട്, പക്ഷേ ദൈവജനത്തിന് ഒരു വീഴ്ച സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. There is so much growth in the preaching of the word of God and teaching of the word of God. That is what is growing. But what is not growing is spiritual life is degraded day by day. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതും അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ ആത്മീയ ജീവിതത്തിന് വീഴ്ച സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. Whatever I have told earlier, that is what is happening. മുൻപേ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Because you may think that I will stop after so and so time. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, ഞാൻ നിർത്തും ചില It does not stop. അതൊരിക്കലും നിൽക്കത്തില്ല. You go to another place, there also you are thinking and planning for another 10 years where to go. വേറെ സ്ഥലത്ത് പോകുകയാണെങ്കിലും പിന്നെയും അടുത്ത 10 വർഷത്തിലേക്കുള്ള കാര്യങ്ങളും പദ്ധതികളും ചെയ്തു. When are you going to stop? എപ്പോഴാണ് നിർത്തുവാൻ പോകുന്നത്? When are you going to stop your career? എപ്പോഴാണ് കരിയർ നിർത്തുവാൻ പോകുന്നത്? We think that after one hop, after one jump, after one job, I will settle down. No, it never settles. ഈ ഒരു ജോലിക്ക് ശേഷം, ഈ ഒരു മാറ്റത്തിന് ശേഷം ഞാൻ നിർത്തും. അല്ല, അങ്ങനെ ഒരിക്കലും സെറ്റിൽ ആകുവാൻ You കഴിയത്തില്ല. go to one country, it does not stop there. ആ ഒരു രാജ്യത്തിലേക്ക് പോകും, അവിടെ കൊണ്ട് The നിർത്തത്തില്ല. people who have reached the other country, they are now thinking about going to another country. ആ
ആ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കടന്നുപോയവർ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് അടുത്ത രാജ്യത്തിലേക്ക് I'm കടന്നു not saying now. ഞാൻ ഇപ്പോൾ പറയുന്ന I കാര്യം said this earlier. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. And now you can see what is happening. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് It കാണുവാൻ. never stops. അതൊരിക്കലും നിൽക്കുന്ന It കാര്യമല്ല. never stops. അതൊരിക്കലും നിൽക്കുന്ന കാര്യം. While we are here, ഈ കാര്യം you may go to any other place, no problem. നമ്മൾ ഏത് രാജ്യത്തിൽ പോയാലും ഒരു പ്രശ്നവുമില്ല. But do not waste our time. പക്ഷെ നമ്മുടെ സമയം നാം പാഴാക്കി If കളയരുത്. God has given you a spiritual awakening in your life, ദൈവം നമുക്ക് ആത്മീയ ജീവിതത്തിൽ ഒരു ഉണർവ് തന്നിട്ടുണ്ടെങ്കിൽ wife should not derail that. ഭാര്യ അതിനെ തെറ്റിച്ച് കളയരുത്. Husband should not derail that. ഭർത്താവ് അതിനെ തിരിച്ചു Is it കളയുവാനിടയാകരുത്. clear? അത് വളരെ വ്യക്തമായോ? There was a wonderful family. They were almost coming closer to God from all their past things. I know about their life. But the moment that person was changing, they decided to leave. ഒരു നല്ല കുടുംബം ഉണ്ടായിരുന്നു. ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അവർ വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു നിമിഷം കൊണ്ട് അവർ പിന്നെയും മാറിപ്പോയി. What will happen? എന്താണ് സംഭവിക്കുന്നത്? When God brings an awakening and a change, don't derail that. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണർവ് കൊണ്ടുവരുമ്പോൾ, ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ നാം അതിനെ തെറ്റിച്ചു കളയരുത്. Because if your worry is about changing your husband, നമ്മുടെ ഭർത്താവിനെ മാറ്റം വരുത്തതാണ് when your husband is changing, then why to derail that? നമ്മുടെ ഭർത്താവിന് മാറ്റം സംഭവിക്കുമ്പോൾ നാം എന്താണ് അതിനെ തെറ്റിച്ചു If you're worried your wife is not changing, നമ്മൾ വാരപ്പെടുന്നത് നമ്മുടെ ഭാര്യയ്ക്ക് മാറ്റം and വരുന്നു. when God is trying to deal with that, ദൈവം അതിനോട് ഡീൽ ചെയ്യുവാൻ do not derail with any of your philosophies or your wisdom. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ഫിലോസഫികൾ കൊണ്ട് നാം അതിനെ തെറ്റിക്കുവാൻ Let ഇടയാകരുത്. God work in our lives ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ so that together നമ്മൾ ഒരുമിച്ച് we know that we are heirs നമ്മൾ കൂട്ടവകാശികളാണ്. of the living ജീവനുള്ള കൃപയ്ക്ക് and how we can be partakers of that. എങ്ങനെ അതിന്റെ ഒരുമിച്ച് പങ്കാളികളാകുവാൻ If കഴിയും. this is very clear, ഇത് വളരെ വ്യക്തമായെങ്കിൽ there is no worry for us even if you go to 100 places, no issue. അതിന് ശേഷം 100 രാജ്യങ്ങളിൽ പോയാലും ഒരു പ്രശ്നവും ഇല്ല. Are you clear? ഇത് വ്യക്തമായോ? So this is what we have been called for. Sorry for doing that, because reason is here we are trying to serving any other lust and pleasures. This is only lust and pleasure, nothing else. ഇത് നാനാവിധമായ മോഹങ്ങൾക്കും അധീനരാകുന്ന കാര്യമാണ്. So don't be deceived. നമ്മൾ ആരും ചതിക്കപ്പെട്ടു പോകരുത്. Okay, let's go further. If you want to know more why I'm saying this, all the decisions in the families are happening because somebody else is doing it. That is why we want to do it. കുടുംബ Have you understood? It is all because of the lust and the pleasures that are being built in the community, in the societies, and in the world. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് ഈ നാനാഭോഗങ്ങളും ഒക്കെയും നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ തീരുമാനങ്ങൾക്ക് അടിസ്ഥാനമായി കൊണ്ടിരിക്കുന്നത്. Now, next, living in. Okay, Malayalam. ഈർഷ്യയിലും അസൂയയിലും ഈർഷ്യയിലും അസൂയയിലും ആ. കാലം കഴിക്കുന്നവരും ആ. ദേഷ്യതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. So this is what we were earlier. ഇതായിരുന്നു നമ്മൾ ഓരോരുത്തരും മുൻപ്. Now what we need to do? നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? We need to loving each other. നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. So how can we love each other എങ്ങനെ അന്യോന്യം സ്നേഹിക്കുവാൻ when we കഴിയും? don't love our husband and our wife? നമ്മുടെ ഭാര്യയെ സ്നേഹിക്കാതെ, നമ്മുടെ ഭർത്താവിനെ If we are not സ്നേഹിക്കാതെ, loving our own people, നമ്മുടെ സ്വന്തമായ ആൾക്കാരെ നമ്മൾ സ്നേഹിക്കാത്തോടത്തോളം then കാലം what is the love that we are expressing outside? എങ്ങനെ എന്ത് സ്നേഹമാണ് നാം പുറത്ത് കാണിക്കുന്നത്? It should start from where? നമ്മൾ അത് ഇവിടെ It should തുടങ്ങണം. start from our home. അവിടെ നമ്മുടെ ഭവനത്തിൽ നാം How തുടങ്ങണം. can I love Sajuba if I do not love my wife? എന്റെ ഭാര്യയെ സ്നേഹിക്കാതെ എനിക്ക് എങ്ങനെ സജുബ്രതനെ സ്നേഹിക്കുവാൻ കഴിയും? It all goes together. ഇതെല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. Because who is the source of love? ആരാണ് സ്നേഹത്തിന് ഉറവിടം? It's not me. അത് ഞാനല്ല. With my love, I can love to some extent. എന്റെ സ്നേഹം കൊണ്ട് ഒരു പരിധി മാത്രമേ സ്നേഹിക്കുവാൻ But if കഴിയൂ. I receive the love from the source, that is Jesus, ആ സ്നേഹത്തിന്റെ ഉറവിടമായ യേശുവിൽ നിന്ന് ആ സ്നേഹം പ്രാപിക്കുകയാണ്. I can love my wife. എനിക്ക് എന്റെ ഭാര്യയെ സ്നേഹിക്കുവാൻ I can കഴിയും. love my brother. എനിക്ക് എന്റെ സഹോദരനെ സ്നേഹിക്കുവാൻ This is കഴിയും. what God says. ഇതാണ് ദൈവത്തിന്റെ വചനം That പറയുന്നത്. we have to love one another. നാം അന്യോന്യം So സ്നേഹിക്കുന്നവരായിരിക്കണം. it brings to us the family. ഇങ്ങനെ ആ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് It brings to us the body of Christ. ആ ദൈവത്തിന്റെ സഭയാകുന്ന ശരീരത്തിലേക്ക് So കൊണ്ടുവരുന്നു. that is why it is reminding us അതുകൊണ്ടാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് that who we were. നമ്മൾ ആരായിരുന്നു. Now let not any of these characteristics come in our life now. ഈ ഒരു സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു വരരുത്. But the word of God reminds us പക്ഷെ ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത് that we are progressively being sanctified. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ When the വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. word of God comes and renews our mind and heart, ദൈവത്തിന്റെ വചനം കടന്നു വന്ന് നമ്മുടെ മനസ്സിനെയും so the പുതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ transformation will happen. ആ രൂപാന്തരം The വന്നുകൊണ്ടിരിക്കുകയാണ്. renewal should happen through the word of God. ദൈവത്തിന്റെ വചനത്താൽ ആ പുതുക്കം നമ്മുടെ ജീവിതത്തിൽ Let the വന്നുകൊണ്ടിരിക്കുകയാണ്. word of God dwell in our hearts. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങൾ
വസിക്കട്ടെ. And it will sanctify us and cleanse us. അത് നമ്മളെ ശുദ്ധീകരിക്കുകയും നമ്മളെ നിർമ്മലീകരിക്കുകയും And ചെയ്യും. make us think that what God has promised for us, ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് so that we can align with what God has planned for us, അതിന് മുഖാന്തരം ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികളിലേക്ക് നമ്മളെ തന്നെ അലൈൻ ചെയ്യുവാൻ. so that we are so glorious that we are partakers of everything, that we are inheritors of God. ആ ദൈവം വെച്ചിരിക്കുന്ന സകലത്തിന്റെയും അവകാശികളാകുമെന്നുള്ള ആ ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്കായി തീരും. Verse 5, അതിന്റെ 5-ാം വാക്യം. Titus chapter 3, verse 4 and 5. നമ്മൾ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ മനുഷ്യപ്രീതിയിൽ കുറിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തന്റെ കരുണാപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. Praise the Lord. So let's read that verse 5, 6 and 7 once again. Not by works of righteousness which we have done, but according to his mercy he saved us through the washing of regeneration and renewing of the Holy Spirit, whom he poured out on us abundantly through Jesus Christ our Savior, that having been justified by his grace, we should become heirs according to the hope of eternal life. Praise the Lord. So that is what we need to build together. ഇങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് പണിയപ്പെടേണ്ടത്. How we have to build together? എങ്ങനെയാണ് ഒരുമിച്ച് You പണിയപ്പെടേണ്ടത്? cannot build any stone without Jesus. യേശു കർത്താവില്ലാതെ ഒരു കല്ല് പോലും പണിയപ്പെടുവാൻ കഴിയുകയില്ല. Without Jesus, we are nothing. യേശു കർത്താവില്ലാതെ നമ്മുടെ ജീവിതം ഒന്നുമില്ല. Because all that is brought to us and all that is perfected is only through Jesus Christ. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മളെ കൊണ്ടുവന്നതും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമുക്ക് തികഞ്ഞതാക്കിയതും യേശു കർത്താവ് So മുഖാന്തരം that is why the sacrifice of Jesus Christ is very important for us. അതുകൊണ്ടാണ് യേശു കർത്താവിന്റെ യാഗം നമ്മുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. So when we remember his death on the cross, യേശു കർത്താവിന്റെ കാൽവരി ക്രൂശിത മരണത്തെ we remember what he's done for us. നമ്മൾ ഓർക്കേണ്ടത് യേശു കർത്താവ് എന്താണ് It is നമുക്ക് not വേണ്ടി only ചെയ്തത്. that we are saved, നമ്മൾ രക്ഷിക്കപ്പെട്ടത് മാത്രമല്ല, he has made us heirs of eternal life or living hope. നമ്മൾ ഓരോരുത്തരും നിത്യജീവന്റെ അവകാശികളായി തീർന്നു. ജീവനുള്ള പ്രത്യാശയുടെ അവകാശികളായി And തീർന്നു. what Peter reminds us, പത്രോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, we are heirs together of the grace of life. നമ്മളെ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാക്കി The തീർന്നു. grace of life, not only the salvation that we have received, ആ ജീവന്റെ കൃപയുടെ അവകാശികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച രക്ഷ but the മാത്രമല്ല, promise of life. നമുക്ക് വെച്ചിരിക്കുന്ന ആ ജീവന്റെ വാഗ്ദത്തം. Our life does not end here. നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് തീരുന്നില്ല. We are all having an eternal life. നമുക്ക് എല്ലാവർക്കും ഒരു നിത്യജീവൻ. Our hope does not end here. നമ്മുടെ പ്രത്യാശ ഇവിടം കൊണ്ട് തീരുന്നില്ല. Our hope is for the eternal life. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നിത്യജീവന് Our വേണ്ടിയാണ്. hope is not for temporary. നമ്മുടെ പ്രത്യാശ താൽക്കാലികമല്ല. Our hope is eternal. നമ്മുടെ പ്രത്യാശ So നിത്യതയോളം. when we say this, ഈ കാര്യം നാം പറയുമ്പോൾ what does it mean? അതുകൊണ്ട് എന്താണ് Our അർത്ഥമാക്കുന്നത്? hope cannot be anything on this earth നമ്മുടെ പ്രത്യാശ ഈ ലോകത്തുള്ള ഒന്നിലുമല്ല. because they are all temporary. കാരണം ഇതെല്ലാം It does താൽക്കാലികമാണ്. not last forever. അതൊരിക്കലും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. Which means അതിന്റെ അർത്ഥമാക്കുന്നത് our hope can only be on godly things. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവികമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. And that is what God has said, അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, that if we have this living hope, ഈ ജീവനുള്ള പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ it is sure അത് that നിശ്ചയമാക്കുന്നത് we are heirs of all this grace of life. ഈ ജീവന്റെ കൃപയ്ക്ക് നാം ഓരോരുത്തരും When കൂട്ടവകാശികളാണ്. husbands and wife, ഭാര്യയും ഭർത്താവും when they live, operate according to this word, ഈ വചനത്തിന് അനുസരിച്ച് ജീവിച്ച് അവര് മുൻപോട്ട് പോകുമ്പോൾ what God has promised to them ദൈവം അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ is fulfilled while living on this earth. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ നിവർത്തിക്കും. Not only that, അത് മാത്രമല്ല, but when we are away from this earth, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, if death separates us, മരണം നമ്മളെ or if മാറ്റപ്പെടുമ്പോൾ, Christ comes, അല്ലെങ്കിൽ കർത്താവ് എന്ന് we വരുമ്പോൾ all become partakers of that divine calling, that eternal life. ആ ദിവ്യമായ വിളി, ആ നിത്യജീവനിലേക്ക് നാം ഓരോരുത്തരും എടുക്കപ്പെടും. So we do not have to worry, അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട. because what can separate us? എന്താണ് നമ്മളെ വേർപിടിക്കുവാൻ കഴിയുന്നത്? Only death മരണത്തിന് മാത്രം, or the coming of the Lord Jesus ഇല്ലെങ്കിൽ Christ. യേശു കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരും. So nowhere we have been told to be separated. എവിടെയും പറഞ്ഞിട്ടില്ല വേർപെട്ട് പോകുവാൻ വേണ്ടിയിട്ട്. Nowhere God says that we are being separated. No. എവിടെയും പറഞ്ഞിട്ടില്ല നമ്മൾ വേർപെട്ട് പോകുവാൻ. God says you become what? ദൈവം പറയുന്നത് നമ്മൾ എന്തായി One flesh. ഒരു ശരീരമായി We become one flesh. നമ്മൾ ഒരു ശരീരമാകും. All our
spiritual, physical, and emotional, every need will becomes one. നമ്മുടെ ആത്മീയവും ശാരീരികവും മാനസിക വികാരങ്ങളെല്ലാം ഒന്നായി തീരും. We all become one. നമ്മളെല്ലാം ഒന്നായി തീരും. That is what God has planned. അതാണ് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത്. Otherwise, God would have kept it separate. ഇല്ലെങ്കിൽ ദൈവം എല്ലാം നമുക്ക് വേറെ വേറെ ചെയ്യുമായിരുന്നു. So what we have to do? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Never go back to what we were earlier. നമ്മൾ മുൻപ് ഉണ്ടായിരുന്നതിലേക്ക് നാം മടങ്ങി പോകരുത്. Never have the characteristics of what we had earlier. നമുക്ക് മുൻപുണ്ടായിരുന്ന സ്വഭാവങ്ങളിലേക്ക് നാം മടങ്ങി Because പോകരുത്. now, through the blood of Jesus Christ, യേശു കർത്താവിന്റെ രക്തത്താൽ, that He has shed on the cross for us through His death, കർത്താവിന്റെ മരണം മുഖാന്തരം കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ He has called us and He has saved us, കർത്താവ് നമ്മളെ വിളിച്ചു, നമ്മളെ രക്ഷിച്ചു. so that we can live this holy life. അതിന് മുഖാന്തരം ഈ വിശുദ്ധ ജീവിതം നമ്മൾ We ജീവിക്കുവാൻ can be partakers of this holy life, നമ്മളെല്ലാവരും ആ ആ വിശുദ്ധ ജീവിതത്തിന്റെ പങ്കാളികളാകുവാൻ, and we will inherit the eternal life. നമ്മളെല്ലാവരും ആ നിത്യജീവന്റെ അവകാശികളായി തീരും. So what are the hindrances? പക്ഷെ അതിനുള്ള തടസ്സങ്ങൾ എന്താണ്? That is what we read in 1 Peter chapter 3, അതാണ് നമ്മൾ 1 പത്രോസ് 3 നാം വായിച്ചത്. where we have to take notice നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, of what are the hindrances. എന്താണ് തടസ്സങ്ങൾ. So for that, what we need to do? നമ്മൾ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? Very simple. വളരെ ലളിതമാണ്. We need to bring unity in our life. നമ്മുടെ ജീവിതത്തിൽ ഐക്യത കൊണ്ടുവരണം. We need to bring that we are one. നമ്മൾ ഒന്നാണെന്നുള്ളൊരു കാര്യം We കൊണ്ടുവരണം. need to respect and honor each other. അന്യോന്യം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. So we need to respect each other. അന്യോന്യം നാം ആദരിക്കണം. So this is in the context of husband and wife, ഇത് ഭർത്താവിന്റെയും ഭാര്യയുടെയും പശ്ചാത്തലത്തിലാണ്. but it remains the same concept among others, among one another in the body of Christ. അതോടൊപ്പം തന്നെ ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന മറ്റുള്ളവർക്കും ഇത് അങ്ങനെ തന്നെ So അപ്ലിക്കാം. this is very clear and very important for us. ഇത് നമുക്ക് വളരെ വ്യക്തമാണ്, നമുക്ക് വളരെ I പ്രാധാന്യമുള്ള. hope you understand ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് that വിശ്വസിക്കുന്നു. we are heirs of this grace of life. ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ. Now let us read verse 7 before we leave. നമ്മൾ പോകുന്നതിന് മുമ്പേ അതിന്റെ 7 1 Peter chapter 3 verse 7. അതിന്റെ 3 7 വാക്യം. So now you understand that why the word of God says the family should do certain responsibilities, and we will know the purpose of God. എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികൾ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. So what is written here is that the husbands, they should dwell with them with understanding and giving honor to the wife. ഭർത്താക്കന്മാർ ഭാര്യമാരോടുകൂടെ വിവേകത്തോടെ വസിച്ച് ഭാര്യമാരെ ബഹുമാനിക്കണം. So we need to do this. ഈ കാര്യം നാം ചെയ്യണം. I will explain, because we are not dwelling on the family life in detail. It is more to bring about the grace of life that we are heirs of. ആ കുടുംബ ജീവിതത്തിൽ അധികമായി ഇവിടെ നിൽക്കുന്നില്ല, ജീവന്റെ കൃപയുടെ അവകാശത്തെ കുറിച്ചാണ് So we'll സംസാരിക്കുന്നത്. talk in detail later പിന്നീട് in ഇതിനെക്കുറിച്ച് our Bible study. പിന്നീട് ഇതിനെക്കുറിച്ച് വളരെ But what I want to bring, പക്ഷെ എന്താണ് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്? the hindrance. തടസ്സങ്ങൾ. Our prayers are hindered if we do not follow this. ഈ കാര്യം നാം പിന്തുടരുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും. And what is our prayer? നമ്മുടെ പ്രാർത്ഥന എന്താണ്? Our prayer is that we are inheritors and heirs of the grace of life. നമ്മൾ ഓരോരുത്തരും ജീവന്റെ കൃപയുടെ കൂട്ടവകാശികളാണ്. അതാണ് നമ്മുടെ So പ്രാർത്ഥന. all the blessings of God, ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും when we pray, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ it will never be hindered. അതൊരിക്കലും അതിന് തടസ്സമുണ്ടാകും. All our prayers will be answered. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ഉണ്ടാകും. Every prayer will be answered. എല്ലാ പ്രാർത്ഥനകൾക്കും And ഉത്തരം all ലഭിക്കും. those prayers are dealt with what? ആ പ്രാർത്ഥനകളെല്ലാം എന്താണ് They are dealing with what God has promised us to be heirs of the grace of life. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവന്റെ കൃപയ്ക്ക് അവകാശികളായി തീരുന്നു. All those prayers ആ പ്രാർത്ഥനകളെല്ലാം that God is allowing us നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുമ്പോൾ enjoy in this life, ഈ ജീവിതത്തിൽ അതിനെ to അനുഭവിച്ചു experience in this life, ഈ ജീവിതത്തിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് that we can love each other, നമ്മൾ അന്യോന്യം സ്നേഹിച്ച് and through our lives, നമ്മുടെ ജീവിതം കൊണ്ട് others can also be brought to Christ. മറ്റുള്ളവരെയും കർത്താവിലേക്ക് കൊണ്ടുവരുക. Others can also become inheritors of this grace of life. മറ്റുള്ളവരും ഈ ജീവന്റെ കൃപയുടെ കൂട്ടവകാശികളായി തീരും. And it's a very simple thing that we need to do, നമ്മൾ ചെയ്യേണ്ട വളരെ ലളിതമായ കാര്യമാണ്. but very difficult for us to follow, because our old nature was disobedient, being deceived, serving various lusts and pleasures, living in malice and envy, hating one another. This is the reason for us to not enjoy this.
ഇത് ചെയ്യുവാൻ ലളിതമായ കാര്യമാണ്. പക്ഷേ പലപ്പോഴും തടസ്സമുണ്ടാകുന്നത് നമ്മുടെ മുൻപുള്ള സ്വഭാവത്തിന്റെ സവിശേഷത, ബുദ്ധികെട്ടവരായി, അനുസരണം കെട്ടവരായി, വിവിധമായ മോഹങ്ങൾക്ക് കീഴ്പ്പെട്ടവരായി, ഈർഷ്യയിലും അസൂയയിലും നാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയുമാണ് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി കടന്നു വരുവാൻ സാധ്യതയുള്ളത്. So tonight let us pray, ഈ രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാം. because we are preparing our lives നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ഒരുക്കുകയാണ്. and what God has promised us. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തു. Do we really want to be partaker of that great promise? ദൈവം വാഗ്ദത്തം ചെയ്തതിൽ നാം അവകാശികളായി തീരുവാൻ Do ആഗ്രഹിക്കുന്നുണ്ട്. we really want to enjoy അത് that grace of life in our life? നമ്മുടെ ദൈവത്തിന്റെ ജീവന്റെ കൃപയെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? If you desire, അതിനുവേണ്ടി നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ then tonight let us check our lives. ഈ രാത്രികാലം നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ശോധന ചെയ്യാം.